ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പത്രങ്ങൾ ഇഴകീറി പരിശോധിക്കാനുള്ള സമയമാണ്. തുടങ്ങിയാലോ? തീർച്ചയായും സേതു, ഗുഡ് മോർണിംഗ് ഉണ്ട്. തുടങ്ങാം. പാർലമെന്റിലെ വഖഫ് ചർച്ചകൾക്ക് ശേഷം ഇന്നലെ കൊച്ചിയിൽ വിമാനമിറങ്ങിയ സുരേഷ് ഗോപിയെ കാണാൻ മാധ്യമപ്രവർത്തകരുടെ ഒരു സംഘവും എത്തിയിരുന്നു. അദ്ദേഹം വന്നയുടൻ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചു. പക്ഷേ ചോദ്യം കേട്ടയുടൻ, അതും ജബൽപൂരിനെ കുറിച്ച് ചോദിച്ചത് മാത്രമേ മാധ്യമപ്രവർത്തകർക്ക് ഓർമ്മയുള്ളൂ. ക്ഷോഭിക്കുക, പൊട്ടിത്തെറിക്കുക, പിന്നെ പരിഹസിക്കുക, അങ്ങനെ താരം കത്തിക്കയറുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. സിനിമ സ്റ്റൈൽ ആക്ഷൻസ് ഒക്കെ വേറെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇന്നലെ ടെലിവിഷൻ ചാനലിൽ കണ്ടവർ ഇന്ന് പത്രം തുറന്നാൽ എന്താണ് അവസ്ഥ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മാതൃഭൂമി മാത്രമാണ് അത് വിശദമായി നന്നായി കൊടുത്തിട്ടുള്ളത്. മറ്റ് പത്രങ്ങളൊന്നും, പ്രത്യേകിച്ച് മനോരമ ഈ വാർത്ത അറിഞ്ഞിട്ട് പോലും ഇല്ലാന്ന് തോന്നുന്നു. മനോരമ ചാനലിലൊക്കെ ഇന്നലെ വളരെ വിശദമായി പോയതാണ്. മറ്റ് പത്രങ്ങളൊന്നും, ദേശാഭിമാനി അപ്പോൾ അതുപോലെ അത് സുരേഷ് ഗോപി ആയതുകൊണ്ട് അവരുടെ 7-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് കേന്ദ്രമന്ത്രി ആയതുകൊണ്ട്, അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതുകൊണ്ടാണോ കൊടുക്കാത്തത് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ വാർത്തയിലേക്ക് പോകാം. മാതൃഭൂമി മാത്രം കൊടുത്ത വാർത്തയിലേക്ക് പോകാം. പ്ലീസ് ബി കെയർഫുൾ എന്നൊരു ഹെഡിങ്ങാണ് മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. വളരെ വിശദമായി നിങ്ങൾ ആരോടാണ് ഈ ചോദിക്കുന്നത്, വളരെ സൂക്ഷിച്ച് സംസാരിക്കണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടുള്ളത് നമ്മൾ ഇന്നലെ ചാനലിൽ കണ്ടതാണ്. പിന്നെ ആ വാർത്തയെ എന്തുകൊണ്ടാണ് ഈ പത്രങ്ങൾ കൊടുക്കാതെ പോകുന്നതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ദേശാഭിമാനി പിന്നെ കൈരളി ചാനലൊക്കെ എതിരെ അദ്ദേഹം ആക്രോശിച്ചിട്ടുള്ളതുകൊണ്ട് ദേശാഭിമാനി 7-ാം പേജിൽ ആ വാർത്ത വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇതിൽ മാതൃഭൂമി അത് കുറച്ചുകൂടി എന്താ പറയുക, കളർഫുള്ളായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ്സ് ഒക്കെ എടുത്ത് കാർട്ടൂണൊക്കെ കൊടുത്താണ് കൊടുത്തിട്ടുള്ളത്. ദേശാഭിമാനി വളരെ ഷാർപ്പായിട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് അതിനകത്തൊരു രാഷ്ട്രീയവും ദേശാഭിമാനി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. എന്തായാലും മറ്റ് പത്രങ്ങൾ, അതായത് ഞാൻ എല്ലാ പത്രങ്ങളും വളരെ വിശദമായി നോക്കി ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടി, രാവിലെ ഈ ഒരു വാർത്തയ്ക്ക് വേണ്ടി കുറേയധികം സമയം ചെലവഴിച്ചു. ദേശാഭിമാനി മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ച് സുരേഷ് ഗോപി, സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് ഭീഷണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനിയുടെ വാർത്ത. മാതൃഭൂമി അങ്ങനെയല്ലത്. കൊച്ചി വിമാനത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് ക്ഷുഭിതനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ജബൽപൂർ സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഏതാണ് ചാനലെന്ന് അറിഞ്ഞപ്പോൾ കൈരളിയാണെന്ന് മറുപടി, ഹാ ബെസ്റ്റ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ബ്രിട്ടാസിൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്നുള്ള പ്രയോഗമൊക്കെ എന്തായാലും മാതൃഭൂമി അത് വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. മറ്റ് പത്രങ്ങൾ ആരും 1-ാം പേജിലോ ഉൾപേജിലോ ഒന്നും കൊടുക്കാൻ ശ്രമിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഇത്തരം വാർത്തകൾ കൊടുക്കാതിരിക്കുന്നതിന് പിന്നിലുള്ള ചേതോവികാരം കൂടി നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ട് തന്നെയാണ് ഇന്നും വീണ കെയെക്കുറിച്ചുള്ള വാർത്തകൾ എല്ലാ പത്രങ്ങളിലും വളരെ വിശദമായിട്ടുണ്ട്. മനോരമയും മാതൃഭൂമിയും 2 രീതിയിലാണ് വാർത്ത കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതങ്ങനെ തന്നെ നമുക്ക് പറഞ്ഞു പോകാം. മനോരമയിൽ അത് പറയുന്നത് 2-ാം കുറ്റപത്രം, അതായത് വീണയ്ക്ക് കൂടുതൽ കുരുക്ക് 2-ാം കുറ്റപത്രം എന്നാണ്. പണം വാങ്ങി വായ്പ തിരിച്ചടയ്ക്കാതെ എക്സാലോജിക് പൂട്ടി വഞ്ചിച്ചു. അതായത് CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പക്കൽ നിന്നും പണം വായ്പയായി കൈപ്പറ്റിയ ശേഷം തിരിച്ചടയ്ക്കാതെ എക്സാലോജി കമ്പനി അടച്ചുപൂട്ടി. അത് 2-ാം കുറ്റപത്രം വരുന്നുവെന്ന് മനോരമ നൽകിയിട്ടുള്ളത്. ഏതാണ്ട് മറ്റു പത്രങ്ങളെല്ലാം ഈ കുറ്റപത്രത്തെക്കുറിച്ചാണ് വാർത്തകൾ കൊടുത്തിട്ടുള്ളത്. മാതൃഭൂമി നേരെ മറിച്ച് കുറ്റപത്രത്തെക്കുറിച്ച് പറയുന്നില്ല. അതിനെ CPMൻ്റെ പാർട്ടി കോൺഗ്രസിൽ നടത്തിയ ചർച്ചകളുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് ആ വാർത്ത കൊടുക്കുന്നത്. വീണയുടെ പേരിലുള്ള കേസ് CPM നേതാക്കൾ 2 തട്ടിൽ എന്നുള്ളതാണ്. അതായത് കുറ്റപത്രം എന്നുള്ളതിനപ്പുറത്ത് അത് CPMലേക്ക് കണക്ട് ചെയ്യുകയാണ് മാതൃഭൂമി ചെയ്യുന്നത്. CPM നേതാക്കൾ 2 തട്ടിൽ എന്നുള്ളതാണ് മാതൃഭൂമിയുടെ വാർത്ത. അത് ഇന്നലെ പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീം വാർത്താസമ്മേളനം നടത്തിയിരുന്നു. പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വൈകുന്നേരം വാർത്താസമ്മേളനത്തിന് ഒരു പതിവുണ്ട്. ആ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കേസ് ആർക്കെതിരെയാണോ അവരാണ് നേരിടേണ്ടത്, അല്ലാതെ പാർട്ടിക്കതിൽ പങ്കില്ല അല്ലെങ്കിൽ കാര്യമില്ല എന്ന മുഹമ്മദ് സലീമിൻ്റെ കോട്ടിംഗ് എടുത്തുകൊണ്ടാണ് മാതൃഭൂമി ഒരുപക്ഷേ ഈ ഹെഡിങ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. ജനശ്രദ്ധ തിരിക്കാനെന്ന് ബേബിയുടെയും മഴവിൽ സഖി ഗൂഢാലോചന എന്ന് MV ഗോവിന്ദൻ്റെയും ഒക്കെ മറുപടികൾ, P രാജീവും KN ബാലഗോപാലും ഒക്കെ ഇന്നലെ വീണയെയും പിണറായി വിജയനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട്. ഈ മുഹമ്മദ് സലീമിൻ്റെ കോട്ടിംഗ് എടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ മാതൃഭൂമി ഇങ്ങനെ ഒരു വാർത്തയിലേക്ക് പോയിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. ഉൾപേജിൽ വളരെ വിശദമായി ഈ CPMൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ കുറ്റപത്രത്തെക്കുറിച്ച് എങ്ങനെയാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, അതായത് വീണയെ അറസ്റ്റ് ചെയ്യില്ല, സമൻസ് മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് സുപ്രഭാതം 1-ാം പേജിൽ കൊടുത്തിട്ടുണ്ട്. വീണയ്ക്ക് കുറ്റപത്രം സമർപ്പിച്ചു, അറസ്റ്റ് അനിവാര്യമല്ലെന്ന് നിയമവൃത്തങ്ങൾ, അത് കേരള കൗമുദി 1-ാം പേജിൽ നൽകുന്നുണ്ട്. അങ്ങനെ അതായത് അറസ്റ്റുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ വാർത്തകളാണ്. വീണയ്ക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ വീണയുമായി ബന്ധപ്പെട്ട വാർത്ത പിണറായി വിജയനിലേക്ക് എങ്ങനെ പോകുമെന്നുള്ളതാണ് പത്രങ്ങൾ വളരെ വിശദമായി പറയാൻ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ദേശാഭിമാനി സ്വാഭാവികമായും വീണയെക്കുറിച്ചല്ല പറയുന്നത്, വീണ്ടും വാദം കേൾക്കാൻ ഡൽഹി ഹൈക്കോടതി എന്നുള്ള വാർത്തയാണ്. അതുമാത്രവുമല്ല, CMRLൻ്റെ ഹർജിയെക്കുറിച്ച് SFIയെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായി പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പേജ് 5 പോകുമ്പോൾ
ദേശാഭിമാനി പാർട്ടിയേക്കാൾ വളരെ വിശദമായി അല്ലെങ്കിൽ പാർട്ടിയേക്കാൾ മനോഹരമായി വീണയെ സംരക്ഷിക്കാനുള്ള ശ്രമം ദേശാഭിമാനി നടത്തുന്നുണ്ട്. ആ ദേശാഭിമാനിയുടെ വാർത്തകളിലേക്ക് ഒന്ന് വേഗം പോയി വരാം. കാരണം അതിങ്ങനെയാണ്, 5-ാം പേജ് മുഴുവനായി മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രോഡ് കളിക്കുന്ന ഏജൻസികൾ, അതായത് ഈ അന്വേഷണ ഏജൻസിയെക്കുറിച്ചാണ് വളരെ വിശദമായി പറയുന്നത്. അന്വേഷണ വിരട്ട് ഹൈക്കോടതി തള്ളിയ കേസിൽ എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല, കുറ്റപത്രം കൊടുക്കും മുമ്പേ ഏഷ്യാനെറ്റിൽ വാർത്ത വന്നു എന്ന് പറയുന്നുണ്ട്. ഖനനം തടഞ്ഞതിനാണോ കൈക്കൂലി എന്ന് ചോദിക്കുന്നുണ്ട് ദേശാഭിമാനി. അങ്ങനെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്, വീണയുമായി ബന്ധപ്പെട്ട് 5-ാം പേജ് വളരെ വിശദമായി ദേശാഭിമാനി അതിലേക്കായി മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് വേണം കാണാൻ. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു ഇന്നലെ. നമുക്കറിയാം, എമ്പുരാൻ്റെ സഹനിർമ്മാതാവ് അദ്ദേഹത്തെ ഗോകുലം ഗോപാലൻ, ഒരുപക്ഷെ എമ്പുരാൻ്റെ നിർമ്മാതാവ് എന്ന രൂപത്തിലല്ല, അദ്ദേഹം പ്രമുഖ വ്യവസായിയാണ്, സിനിമാ നിർമ്മാതാവാണ്, വലിയ വ്യവസായ വ്യാപാരം ഒക്കെ ഉള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ ഇന്നലെ ED ചോദ്യം ചെയ്തു എന്നൊരു വാർത്തയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ, ചെന്നൈയിലെയും കോഴിക്കോട്ടെയും കൊച്ചിയിലെയും ഓഫീസുകളിൽ ഇന്നലെ റെയ്ഡ് നടന്നിരിക്കുന്നു. ഇന്നും റെയ്ഡ് നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പക്ഷേ ആ വാർത്തയിൽ ചില പ്രശ്നങ്ങൾ, എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിൽ റെയ്ഡ് നടന്നോട്ടെ, പക്ഷേ ആ റെയ്ഡ് പെട്ടെന്നുണ്ടാകാനുള്ളൊരു സാഹചര്യം, നമ്മൾ 1-ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പെട്ടെന്നുണ്ടായ സാഹചര്യം എന്ന് പറയുന്ന പോലെ പെട്ടെന്നുണ്ടായ സാഹചര്യം അദ്ദേഹം എമ്പുരാൻ്റെ സഹനിർമ്മാതാവാണെന്ന് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണെന്ന് അറിയാത്ത ആരുമില്ല. പക്ഷേ മാതൃഭൂമി ആ ഒരു വാർത്ത, അതായത് എമ്പുരാനെക്കുറിച്ച് പറയുന്നേ ഇല്ല. നേരെ മറിച്ച് മറ്റ് പത്രങ്ങൾ, ഒരുപക്ഷെ മനോരമ അതിൽ പറയുന്നുണ്ട്, എമ്പുരാൻ്റെ സഹനിർമ്മാതാവ് എന്ന രൂപത്തിൽ തന്നെ പറയുന്നുണ്ട്. എമ്പുരാൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് എമ്പുരാൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നാണ് ED നൽകുന്ന സൂചന എന്നൊരു വരി കൊടുക്കാൻ മനോരമ ശ്രമിച്ചിട്ടുണ്ട്. മറ്റു പത്രങ്ങൾ നേരെ മറിച്ച് എമ്പുരാൻ്റെ നിർമ്മാതാവ് എന്ന രൂപത്തിൽ തന്നെയാണ് പറയുന്നത്. എമ്പുരാൻ്റെ പകപോക്കലോ എന്നാണ് സുപ്രഭാതം പറയുന്നത്. അങ്ങനെ ആ രൂപത്തിൽ കോഴിക്കോട്ടും ചെന്നൈയിലും പരിശോധന, ഗോകുലം ഗോപാലിന് പിന്നാലെ ED, അതായത് സംഘപരിവാറിൻ്റെ പ്രതിഷേധത്തിനിടയാക്കിയ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവ് എന്ന രൂപത്തിൽ മാധ്യമം പറയുന്നു. ദേശാഭിമാനി കുറച്ചും കൂടി വളരെ വിശദമായി എമ്പുരാൻ നിർമ്മാതാവിനെതിരെ പ്രതികാര നടപടി എന്ന രൂപത്തിൽ തന്നെയാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അത് എമ്പുരാൻ എന്നുള്ളത് കോട്ടിട്ട് തന്നെ കൊടുക്കുന്നു. അപ്പോൾ മാതൃഭൂമിയും മനോരമയും ഇതുമായി ബന്ധപ്പെട്ട് എമ്പുരാനുമായി ബന്ധപ്പെട്ടൊരു വരി കൊടുക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് മനോരമ പറയുന്നത് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നാണ് ED നൽകുന്ന സൂചന എന്ന് മനോരമയും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ, ഒരുപക്ഷെ ഇന്നും അത് വലിയ വാർത്തയായി മാറേണ്ടതാണ്. മറ്റൊന്ന് CPMൻ്റെ പാർട്ടി കോൺഗ്രസ്സാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളെല്ലാം വളരെ വിശദമായി കൈകാര്യം ചെയ്താണ്. ഒരുപക്ഷെ ഇന്നും നാളെയും കുറച്ചും കൂടി വിശദമായി പത്രങ്ങൾ കൈകാര്യം ചെയ്യും. കാരണം 6-ാം തീയതി സമ്മേളനം അവസാനിക്കും. ജനറൽ സെക്രട്ടറിയെ അറിയാനുണ്ട്. ജനറൽ സെക്രട്ടറി ആരാകുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇന്നലെ പത്രങ്ങൾ ചോദിച്ചിരുന്നു. MA ബേബിക്ക് സാധ്യത എന്നുകൂടി ചില പത്രങ്ങൾ പറഞ്ഞു വെച്ചു. പക്ഷേ ഇന്ന് പോകുമ്പോൾ അത് മറ്റൊരു രൂപത്തിലാണ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. സ്വകാര്യ മൂലധനം കേരള നയത്തെ പിന്തുണച്ച് CPM എന്നുള്ള കാര്യം, അതായത് ഇന്നലെ നടന്ന ചർച്ചകളുടെ തുടർച്ചയാണ് ഇന്ന് പറയുന്നത്. കേന്ദ്ര നേതൃത്വത്തിന് വിചാരണ, അതായത് BJP വിരുദ്ധ സമരം പേരിലൊതുങ്ങി, ഇടതൈക്യം പാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാതൃഭൂമി പറയുന്നുണ്ട്. നേരെ മറിച്ച് മനോരമ കുറച്ചും കൂടി വിശദമായിട്ട്, അതായത് ഈ വീണയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കണക്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ മാതൃഭൂമി പറഞ്ഞ പോലെ തന്നെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ പ്രതിരോധ കോൺഗ്രസ്, അതായത് പാർട്ടി കോൺഗ്രസിനെ ഈ വീണയുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. കരിമണൽ കമ്പനിയുമായി വീണയുടെ ദുരൂഹ പണമിടപാട് ന്യായീകരിക്കുന്നത് CPMന് വെല്ലുവിളിയാകും എന്ന് പറയുന്നു. അതുമാത്രമല്ല, പാർട്ടി കോൺഗ്രസിൽ ആരാകും സെക്രട്ടറി എന്ന ചർച്ച തുടരുന്നു. ഇന്നലെ സെക്രട്ടറി ആരാകും എന്നുള്ളത് MA ബേബിയിലേക്ക് വരെ പോയ പത്രങ്ങളാണ്. ഇന്ന് ആരാകും സെക്രട്ടറി എന്ന രൂപത്തിൽ അവിടെ നിൽക്കുകയാണ്. ഇപ്പോഴും വിശാല ഐക്യം പ്രമേയത്തിന് വിമർശനം, അതായത് പ്രമേയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വലിയ വിശാല ഐക്യം CPMൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിനെയാണ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇത് പറയാൻ വന്നത്, ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇത്രയും വാർത്തകൾ നൽകുമ്പോഴും ഇന്നലെ നടന്ന 2-3 കാര്യങ്ങൾ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അവിടെ ഇന്നലെ, ഇത് മാതൃഭൂമിയുടെ 1-ാം പേജാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ മാതൃഭൂമിയുടെ 1-ാം പേജിൽ ഒരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോയിൽ മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിലെ പൊതുസമ്മേളനത്തിൽ പലസ്തീൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്ന കെഫിയ അണിഞ്ഞ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, അതായത് ആ വാർത്ത വളരെ വിശദമായി എങ്ങനെയാണ് ഈ CPM പാർട്ടി കോൺഗ്രസിനെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇത്രയും വാർത്തകൾ നൽകുമ്പോഴും ഇന്നലെ പലസ്തീൻ ഐക്യദാർഢ്യവുമായി ബന്ധപ്പെട്ട് മുഴുവൻ CPM അംഗങ്ങളും, ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന മുഴുവൻ അംഗങ്ങളും പലസ്തീൻ ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായുള്ള കെഫിയ അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് 1-ാം പേജിൽ മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. അത് വാർത്തയായി നൽകിയത് ഒരു പക്ഷേ ദേശാഭിമാനി മാത്രമായിരിക്കും. ദേശാഭിമാനി സ്വാഭാവികമായും വലിയ വാർത്തയായി നൽകുന്നു. ഞാൻ പറയാൻ വന്നത്, പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ വാർത്തകൾ നൽകുമ്പോൾ ഇതെന്തുകൊണ്ട് മറന്നുപോയി എന്നുള്ളതാണ്. കഫിയ ധരിച്ച് പ്രതിനിധികൾ പലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി അവരുടെ 11-ാം പേജിൽ വലിയ വാർത്തയായി അത് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കഫിയ ധരിച്ചുകൊണ്ട് വന്നതെന്നും ദേശാഭിമാനി വളരെ വിശദമായി പറയുന്നുണ്ട്. ഒരുപക്ഷേ
ഇന്നലെ ചാനലുകളിലൊക്കെ ഈ ചിത്രങ്ങൾ വന്നപ്പോൾ ആളുകൾ എന്താണ് ഇവർ ഈ CPM-ൻ്റെ നേതാക്കന്മാരൊക്കെ സമ്മേളനത്തിൽ ഇങ്ങനെ കഫിയ ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നൊരു ചോദ്യം ആളുകൾക്കുണ്ടായേക്കാം. അതിനുള്ള ഉത്തരമാണ്, അത് ഉത്തരം ദേശാഭിമാനിയിൽ മാത്രമാണുള്ളത്. മാധ്യമവും ഒന്നാം പേജിൽ ആ പടം നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. മാധ്യമം സ്വാഭാവികമായും ഒരു പലസ്തീൻ ഐക്യദാർഢ്യം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒന്നാം പേജിൽ ആ ചിത്രം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ വീണയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അത് മാധ്യമം പറയുന്നത് പിണറായി ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ഭർത്താവായ മന്ത്രി റിയാസും ഒന്നും മിണ്ടുന്നില്ല എന്നുകൂടി മാധ്യമവും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതാണ് ഇന്നലെ CPM-ൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയാനുള്ളത്. ഈ കഫി അണിഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ചാനലുകൾ കണ്ട ആളുകൾക്ക് മനസ്സിലാകാത്തവർക്ക് പത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയൊരു വാർത്ത, അതായത് ഒരു ആളുകൾക്ക് വലിയ താല്പര്യം ഉണ്ടാകേണ്ട ഒരു വാർത്തയാണ്. നമ്മൾ റെയിൽവേ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകളിലും പോകുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ചിലപ്പോൾ മൊബൈൽ ഫോണൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, ട്രെയിനിൽ ഓടിക്കയറുമ്പോൾ അല്ലെങ്കിൽ മോഷണം അങ്ങനെയൊക്കെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനൊരു മറുപടി അല്ലെങ്കിൽ അതിനൊരു ബദൽ, അതിനൊരു സഹായം എന്ന നിലയ്ക്ക് റെയിൽവേ ഒരു ആപ്പ് കൊണ്ടുവരുന്നുണ്ട്. ആ ആപ്പിനെ കുറിച്ച് മാതൃഭൂമി അവരുടെ 4-ാം പേജിൽ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. മൊബൈൽ ഫോൺ തിരയാൻ റെയിൽവേയും ഉണ്ടാകും, സഹായത്തിന് CIR. ആ വാർത്ത മാതൃഭൂമിയിൽ മാത്രമാണ് മലയാള പത്രങ്ങളിൽ കണ്ടത്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ എക്സ്പ്രസ് അവരുടെ 1-ാം പേജിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. സ്റ്റോളൻ മൊബൈൽ ഫോൺ ഗിവിങ് യു സ്ലീപ്ലെസ് നൈറ്റ്സ്, കുഴപ്പമില്ല, CIR ക്യാൻ ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എക്സ്പ്രസ് അവരുടെ 1-ാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. അതൊരു ആളുകൾക്ക് വലിയ സഹായമാകുന്നൊരു വാർത്തയും ഒക്കെ ആയിരിക്കും. സേതു, ഇതൊക്കെയാണ് നമ്മുടെ പത്രവിശേഷങ്ങൾ അല്ലെങ്കിൽ പത്രവിശകലനങ്ങൾ ഇന്ന്. സന്തോഷിക്കേണ്ടതുമായ 2 കാര്യങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അപ്പോൾ ആദ്യം ഏതാ വേണ്ടേ, ശ്രദ്ധിക്കണമോ അതോ സന്തോഷിക്കണോ? ശ്രദ്ധിക്കാം. ആദ്യം ശ്രദ്ധിക്കാം അല്ലേ. അപ്പോൾ അതായത് നമ്മുടെ ഒരു പ്രേക്ഷകൻ ജോ പറയുന്നുണ്ട്, താടിയൊക്കെ വെളുത്തു കറുപ്പിക്കാറായിരുന്നു. താടി എനിക്കില്ലാത്തതുകൊണ്ട് അത് ശ്രീജിത്ത് ബാലകൃഷ്ണനോടായിരിക്കും. അപ്പോൾ അക്കാര്യം ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സന്തോഷിക്കേണ്ട കാര്യം പറയാം. വൈറ്റ് ലൈൻസ് പറയുന്നുണ്ട്, രസകരമായ അവതരണമാണ്, പെരുത്തിഷ്ടമാണ് ശ്രീജിത്ത് ബാലകൃഷ്ണനെന്ന്. സന്തോഷമായില്ലേ? ഇത് ഞാൻ ശ്രദ്ധിക്കാം, മറ്റേത് ഞാൻ സന്തോഷിക്കാം. ഓക്കെ ശ്രീജിത്ത്.